നമസ്കാരം. നമ്മുടെ പ്രശ്നോത്തരി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരഞ്ഞെടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുന്നു. വളരെ നല്ലത്. 6 മാസത്തിന് ശേഷമാണ് വിവാഹം കണ്ടിരിക്കുന്നത്. ഓക്കെ. വിവാഹ ചെലവിനായി ഏകദേശം 30-40 ലക്ഷത്തോളം ചെലവ് പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസ വായ്പ എടുത്താണ് ഹയർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയത്. വളരെ നല്ലത്. അതിൻ്റെ EMI കൃത്യമായി അടച്ചു പോരുന്നു. ഇപ്പോൾ ഒരു IT കമ്പനിയിൽ ചെറിയൊരു ജോലിയും ഉണ്ട്. നല്ലത്. പൂർവികമായി കിട്ടിയ 8 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ്. വേണ്ടത്ര വില കിട്ടുന്നില്ല. മാത്രമല്ല വിൽപ്പന നടക്കുന്നുമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, 4 വർഷമായി യൂലിപ്പിൽ 1 ലക്ഷം രൂപ വീതം അടച്ചു വരുന്നുണ്ട്. ഇപ്പോൾ അതെടുക്കാൻ സാധിക്കുമോ, പറ്റുമോ? അതാണ് ചോദ്യം. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊന്നും ഇപ്പം ചിന്തിക്കേണ്ട കാര്യമല്ല. ഇത് മുമ്പ് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ജോലി വേണം, അതുപോലെ തന്നെ വിവാഹം ഉണ്ടായിരിക്കും. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു രക്ഷിതാവ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ചിന്തിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് രക്ഷിതാവ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസ വായ്പ എടുക്കേണ്ടി വരില്ല. വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ മാസം EMI ഒരു തുക അടച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഉള്ള സ്ഥലം വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഒരു കുട്ടീൻ്റെ വിവാഹം നടക്കുന്ന സമയത്തല്ല, ആലോചന നടക്കുന്ന സമയത്തല്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. അത് കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു പദ്ധതി, പല തരത്തിലുള്ള പദ്ധതികൾ ഇന്നുണ്ട്. എന്തെങ്കിലും പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു സെയിം പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വളരുന്നതോടൊപ്പം തന്നെ ആ സമ്പാദ്യ പദ്ധതിയും വളർന്നൊരു സമ്പത്തായിട്ട് മാറും. ഭാവിയിൽ ലോൺ എടുക്കേണ്ടി വരില്ല. വിവാഹമാണെങ്കിലും എന്താവശ്യമാണെങ്കിലും വളരെ ഭംഗിയായിട്ട് നടക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇവർ ചോദിച്ച ചോദ്യം, 4 വർഷം മുമ്പ് യൂലിപ്പ് പദ്ധതി എടുത്തിട്ടുണ്ട്. 1 ലാക്ക് വെച്ചിട്ട് യൂലിപ്പിൽ അടയ്ക്കുന്നുണ്ട്. 4 വർഷമായിട്ട് അടയ്ക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട IRDA റൂൾ അനുസരിച്ച് എല്ലാ യൂലിപ്പ് പദ്ധതികളും മിനിമം 5 വർഷത്തെ ലോക്കിംഗ് പീരീഡാണ്. 5 വർഷം കഴിഞ്ഞിട്ട് 6ാമത്തെ വർഷം മുതൽ വേണമെങ്കിൽ പാർഷ്യൽ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ വിഡ്രോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ അനുഭവം വെച്ച് പറയുമ്പോൾ എല്ലാ യൂലിപ്പ് പദ്ധതികളും നല്ല ഗ്രോത്തിലാണ് പോകുന്നത്. കാരണം നമ്മളെ പല കസ്റ്റമേഴ്സിനും തന്നെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കൊക്കെ തന്നെ 5 വർഷം കൊണ്ട് തന്നെ ഇരട്ടിൻ്റെ മുകളിലായിട്ട് മാറിയിട്ടുണ്ട് പല പദ്ധതികളും. ഈ വ്യക്തി 4 വർഷം മുമ്പ് 1 ലാക്ക് വെച്ചിട്ട് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു 5 വർഷമായിട്ട് 1 ലാക്ക് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് 5 റുപ്യ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 6ാമത്തെ 7ാമത്തെ വർഷം തന്നെ അത് 10 ലക്ഷം റുപ്യയായിട്ട് മാറും. ആ 10 ലക്ഷം റുപ്യ ഒരു 4-5 വർഷം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 20 റുപ്യയായിട്ട് മാറും. ആ 20 റുപ്യ വീണ്ടും ഒരു 5-6 വർഷം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 20 റുപ്യ ഉള്ളത് അവർക്ക് 40 റുപ്യയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പദ്ധതിയാണ് യൂലിപ്പ് പദ്ധതി. പിന്നെ യൂലിപ്പ് പദ്ധതികളെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളതും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള പദ്ധതികളാണ് യൂലിപ്പ് പദ്ധതികളെല്ലാം തന്നെ. അതായത് നമ്മൾ കാലത്തിനനുസരിച്ചുള്ള മൂല്യം കിട്ടുന്ന പദ്ധതികളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് ബെസ്റ്റ് യൂലിപ്പ് പദ്ധതികൾ തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നിടത്ത് മാത്രമാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതായത് ഇക്വിറ്റി ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, ഇത്തരത്തിലുള്ള ഫണ്ടുകളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുക. അതായത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പദ്ധതികൾ. അതായത് ഇന്ത്യൻ എക്കണോമീൻ്റെ ആ ഗ്രോത്ത് ഇന്ന് കസ്റ്റമേഴ്സിന് നേരിട്ട് കിട്ടും. അതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ദീർഘകാലത്തേക്കുള്ള സേവിങ് മാത്രമേ ഇക്വിറ്റീനെ ആശ്രയിക്കാൻ പാടുള്ളൂ. അതായത് ചുരുങ്ങിയത് ഒരു 8-10 വർഷത്തിന് ശേഷം നമ്മളെ ജീവിതത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികളെ ഹയർ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വിവാഹം ആയിക്കോട്ടെ, നമ്മളെ പെൻഷൻ ആയിക്കോട്ടെ, ഭാവിയിൽ ഒരു വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കണം, വീട് വെക്കണം, ഇത്തരത്തിലുള്ള ഭാവിയിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം നമ്മളെ ലൈഫിൽ വരുന്ന ഓരോ നീഡ്സിന് വേണ്ടിയിട്ടാണ് യൂലിപ്പ് പദ്ധതികളെ ആശ്രയിക്കേണ്ടത്. അതായത് ഒരു 5 വർഷത്തിന് താഴെയുള്ള സേവിംഗ് ഒക്കെ സാധാരണ സെയിം ബാങ്കിലോ FDയിലോ എന്തെങ്കിലും സിറ്റിയോ എന്തെങ്കിലും കൂടിയാൽ മതി. അതായത് ഒരു 5 വർഷത്തിന് ശേഷമുള്ള, അതാണ് കാലത്തിനനുസരിച്ചുള്ള മൂല്യം വരിക. അതായത് 5 വർഷത്തിന് ശേഷമുള്ള, അതായത് ഒരു ഏറ്റവും ബെസ്റ്റ് 10 വർഷത്തിന് ശേഷമുള്ളതാണെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, റിസ്കിൻ്റെ ആ ആവറേജ് റേഷ്യോ കുറഞ്ഞു വരും. ഏറ്റവും നല്ലത് ഒരു 10 വർഷത്തിന് ശേഷം ജീവിതത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾക്കാണ് യൂലിപ്പ് പദ്ധതി ഏറ്റവും ബെസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതെങ്ങനെ പോവുകയാണെങ്കിലും ഇപ്പോൾ ഒരു 15% മുകളിൽ ഇപ്പോൾ അത് ഓരോ യൂലിപ്പ് പദ്ധതികളും ഇക്വിറ്റി ഫണ്ടൊക്കെ തന്നെ നല്ല ഗ്രോത്തിൽ പോകുന്നുണ്ട്. 15% മുകളിൽ ആവറേജ് ഉണ്ട് 10 വർഷത്തിൻ്റെ മുകളിലുള്ള സമ്പാദ്യത്തിനൊക്കെ തന്നെ.
കുട്ടികളുടെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്ന യൂലിപ് പദ്ധതികൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ കൊടുക്കുന്ന സാധാരണ പദ്ധതിയാണ് SBI ലൈഫിൻ്റെ സ്കോളർ എന്ന പദ്ധതി. സ്കോളർ എന്ന പദ്ധതി ബെസ്റ്റ് പദ്ധതിയാണ്, നല്ല സൂപ്പർ പദ്ധതിയാണ്. കാരണം അതിൽ ട്രിപ്പിൾ ബെനിഫിറ്റ് ഉണ്ട്. മാത്രമല്ല 6ാമത്തെ വർഷം മുതൽ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അവരെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. നല്ല സൂപ്പർ പദ്ധതിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് അവതരിപ്പിക്കാം. ഇനി നമുക്ക് ചൈൽഡ് പ്ലാനുകളുടെ ആവശ്യകതയെക്കുറിച്ച് നടന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട്, ഒരു അവലോകനം നമുക്കൊന്ന് നോക്കാം, ഒന്ന് ഓടിച്ചു പോവാം. ഈ പഠന റിപ്പോർട്ടിനെ കുറിച്ച് നമ്മളിവിടെ അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും നമ്മുടെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന അറിവും വൈദഗ്ധ്യവുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് നിദാനം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 കോളങ്ങളാണ്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മലയാളികൾ ആശ്രയിക്കുന്ന മാർഗ്ഗങ്ങളാണ്. മാർഗ്ഗങ്ങൾ, അളവ്, പോരായ്മകൾ, ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ആളുകൾ ബാങ്ക് ലോണുകളാണ്, അതായത് വിദ്യാഭ്യാസ വായ്പ, എഡ്യൂക്കേഷൻ ലോണാണ് എടുക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടിൽ പോരായ്മകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 100 പേര് അപേക്ഷിക്കുമ്പോൾ 20 പേർക്ക് വായ്പ ലഭിക്കുന്നില്ല. മാത്രമല്ല 50% ആളുകൾക്ക്, അതായത് പകുതി പേർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. ബാക്കിയുള്ള 30% അത് ഭംഗിയായിട്ട് അടച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പഠന റിപ്പോർട്ടിൽ അടുത്തതായിട്ട് പറയുന്നത് 10% ആളുകൾ വസ്തു വിൽപ്പന നടത്തുകയാണ്. വസ്തു വിൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിലാണ് വിൽക്കാൻ പറ്റുക. അതിൻ്റെ ഒരു പോരായ്മ വിപണിയിലെ മാന്ദ്യം മൂലം ആവശ്യമുള്ള സമയത്ത് അർഹമായ വില ലഭിക്കില്ല. പിന്നെ പ്രധാനമായിട്ടുള്ള 3ാമത്തെ കാറ്റഗറി വിവിധ നിക്ഷേപ മാർഗങ്ങൾ, അതായത് ബാങ്ക് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് സമ്പാദ്യങ്ങൾ, സേവിങ് പദ്ധതികൾ, ചിട്ടികൾ, സുകന്യ പോലത്തെ പദ്ധതികൾ, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എടുക്കുന്നത് 3% ആളുകൾ മാത്രമേ ഉള്ളൂ. അതായത് 100ൽ 3 പേര് മാത്രം. അവർ മാത്രമാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള പദ്ധതികൾ എടുക്കുന്നത്. അടുത്തത് 3ാമത്തെ കാറ്റഗറി 3% ആളുകൾ മാത്രമേ ഉള്ളൂ. ആ 3% ആളുകൾ ആശ്രയിക്കുന്നത് വിവിധ നിക്ഷേപ മാർഗങ്ങൾ, അതായത് ബാങ്ക് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് സമ്പാദ്യം, സേവിങ് പദ്ധതി, ചിട്ടികൾ, കുറികളൊക്കെ ഇതിനെ ആശ്രയിക്കുന്നത് 3% ആളുകൾ മാത്രമാണ്. അതിൻ്റെ പോരായ്മകൾ ആദായ നികുതി കൊടുക്കണം. ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും ചിട്ടിയാണെങ്കിലും ഇതിനൊക്കെ നികുതി കൊടുക്കണം. ടാക്സ് ഉണ്ടാവും. ടാക്സ് പിടിച്ചിട്ട് ബാക്കിയേ കിട്ടുള്ളൂ. പിന്നെ ചിട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ നിക്ഷേപം എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പിന്നീട് വരുന്ന 10% ആളുകൾ മറ്റ് മാർഗങ്ങളാണ് ആശ്രയിക്കുന്നത്. അതായത് സ്വർണം പണയം വയ്ക്കും, അല്ലെങ്കിൽ സ്വർണം വിൽപ്പന നടത്തും, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ്, കൂടുതൽ ഇൻട്രസ്റ്റ് പലിശയ്ക്ക് വായ്പ എടുക്കണം. അപ്പോൾ അതിൻ്റെ പോരായ്മ എന്താ വെച്ചാൽ അമിതമായിട്ടുള്ള പലിശ ഈടാക്കും, കടക്കാരനാവും, കടക്കണിയിലാവും. അപ്പോൾ ഈ പേഴ്സൻറ്റേജ് എല്ലാം നോക്കുമ്പോൾ 75, 10, 3, 10%, അങ്ങനെ ടോട്ടൽ 98% ആളുകൾ ആശ്രയിക്കുന്ന കാര്യമാണ് ഇവിടെ ഈ പഠന റിപ്പോർട്ടിൽ അവലോകനം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം 2% ആളുകൾ, രക്ഷിതാക്കൾ മാത്രമേ കുട്ടികളുടെ ശരിയായ വിദ്യാഭ്യാസ, വിവാഹ, നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് 98% രക്ഷിതാക്കൾക്കും ഈ പാളിച്ചകൾ സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും ഈ കൊടുത്തിട്ടുള്ള 4 കാര്യങ്ങളാണ്. സാമ്പത്തിക ആസൂത്രണത്തിലെ പിഴവുകൾ, അതായത് മുൻഗണന കൊടുക്കില്ല, കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മുൻഗണന കൊടുക്കാതെ. രണ്ടാമത്തത് ഉന്നത വിദ്യാഭ്യാസ ചെലവുകളുടെ കുതിച്ചുകയറ്റം. അതായത് ഒരു 5 വർഷം മുമ്പ് ഒരു കോഴ്സിന്, ഒരു 4 വർഷത്തെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ഒരു തുകയാണെങ്കിൽ ആ തുകയ്ക്ക് ഇന്ന് കോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം, നിക്ഷേപങ്ങൾക്ക് ശരിയായ വളർച്ച ലഭിക്കുന്നില്ല, അതായത് കാലത്തിനനുസരിച്ചുള്ള മൂല്യം കിട്ടുന്നില്ല. നാലാമത്തത് നാണ്യപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. ഇനിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ രക്ഷിതാക്കളും ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഉയർന്നു വരുന്ന വിദ്യാഭ്യാസ, വിവാഹ ചെലവുകൾക്കനുസൃതമായി നിങ്ങളുടെ നിക്ഷേപം ആസൂത്രണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിവിടെ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഫ്യൂച്ചറിലെ ഓരോ നീഡ്സിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കോളം ഓരോ ഗോളാണ്, അതായത് ലക്ഷ്യം. രണ്ടാമത്തെ കോളം ആ സമയത്ത് വരുന്ന ഏജാണ്, വയസ്സ്. മൂന്നാമത്തെ കോളം ഇപ്പോൾ കറണ്ടിൽ ഈ സമയത്ത് വരുന്ന ചിലവുകളാണ്. അതായത് ഇപ്പോൾ ഈ റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. 4ാമത്തെ കോളത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫ്യൂച്ചറിൽ ഭാവിയിൽ വരുന്ന ചിലവുകൾ. 3ാമത്തെ കോളത്തിൽ ഇപ്പോഴത്തെ ചിലവ്, അത് ഭാവിയിൽ ആ സമയത്ത് എത്ര ചിലവ് വരും എന്ന് വെച്ചാൽ 5ാമത്തെ കോളത്തിൽ ആ വർഷം കൊടുത്തിട്ടുണ്ട്, ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര ചിലവ് വരും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് മന്ത്ലി ഒരു 8.5% ഗ്രോത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു പദ്ധതിയിൽ തുടങ്ങുകയാണെങ്കിൽ, മന്ത്ലി മാറ്റി വയ്ക്കുകയാണെങ്കിൽ എത്ര മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് അവസാനത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു ഉദാഹരണം. ഇത് 2 വയസ്സുള്ളൊരു കുട്ടി 15 വയസ്സാകുമ്പോൾ 10ാം ക്ലാസ്സിലാവും 17, 18, 22, 26. അതായത് 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, 26ാമത്തെ വയസ്സിൽ വെഡ്ഡിങ്ങിൻ്റെ സമയമാവും. ഇന്ന് വെഡ്ഡിങ്ങിൻ്റെ എക്സ്പെൻസ് 10 ലക്ഷം രൂപയാണ് എങ്കിൽ ഇന്ന് 2 വയസ്സുള്ള കുട്ടി 26 വയസ്സാകുമ്പോൾ, അതായത് 24 വർഷം കഴിയുമ്പോൾ ഇന്ന് 10 ലക്ഷം രൂപ കൊണ്ട് നടക്കേണ്ട വിവാഹം അന്ന് 50 ലക്ഷം രൂപ വേണ്ടി വരും. എന്ന് വെച്ചാൽ ഇന്ന് 2 വയസ്സുള്ള കുട്ടി 24 വർഷം കഴിയുമ്പോൾ 26 വയസ്സാകുമ്പോൾ 10 ലക്ഷത്തിൻ്റെ 5 ഇരട്ടി വേണ്ടി വരും വിവാഹത്തിന്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ടോട്ടൽ എല്ലാ എക്സ്പെൻസും കൂടിയിട്ട് 20,75,000 രൂപയാണ് ഇന്ന് വേണ്ടതെങ്കിൽ ഒരു 24 വർഷം കഴിയുമ്പോൾ ടോട്ടൽ 1,10,00,000 രൂപ വേണ്ടി വരും, ടോട്ടൽ മൊത്തം ചിലവ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1,10,00,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കേവലം ഒരു 8.5% ഗ്രോത്ത് റിട്ടേൺ ഉള്ള ഒരു പദ്ധതിയിൽ, ഏതെങ്കിലും ഒരു പദ്ധതിയിൽ മാറ്റി വയ്ക്കുകയാണെങ്കിൽ 18,000 രൂപ വെച്ച് മാറ്റി വെച്ചാലാണ് 1,10,00,000 രൂപ ആയിട്ട് മാറുള്ളൂ. ഇനി 18,000 സാധിക്കില്ല, 9,000 പകുതിയെ സാധിക്കുള്ളൂ. 9,000 ആണ് മാറ്റി വയ്ക്കണമെങ്കിൽ ആ തുക ഭാവിയിൽ ഇതിൻ്റെ പകുതിയായിട്ട് മാറും, എന്ന് വെച്ചാൽ 55 ലക്ഷമായിട്ട് മാറും. ഇനി അതുമില്ല, 9,000 സ്ഥാനത്ത് അതിൻ്റെയും പകുതി 4,500 രൂപ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ എങ്കിൽ ആ 50,000 സ്ഥാനത്ത് 25,000 മാറും. ചുരുക്കി പറഞ്ഞാൽ എത്ര നേരത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം തുടങ്ങുന്നോ അത്രയും നല്ലതാണ്. കുട്ടികളുടെ പേരിൽ സമ്പാദ്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടി വളരുന്നതോടൊപ്പം തന്നെ ആ സമ്പാദ്യം ഒരു സമ്പത്തായിട്ട് മാറും. ഭാവിയിൽ ലോണും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വരില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ മുൻഗണന കൊടുക്കണം. കുട്ടികളെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് മുൻഗണന കൊടുത്തെങ്കിലേ നമുക്ക് അതിൽ തുടങ്ങാനും ആ തുടങ്ങിയത് കൃത്യമായിട്ട് അടച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠന റിപ്പോർട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനിവിടെ അവതരിപ്പിച്ചതാണ്. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. കുട്ടികളുടെ സമ്പാദ്യ പദ്ധതികളിൽ ഏറ്റവും നല്ല ബെനിഫിറ്റുള്ള പദ്ധതിയാണ് SBI ലൈഫിൻ്റെ സ്കോളർ എന്ന പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.